അസ്സലാമു അലൈക്കും. ദീനാലയമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്നലെ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല. ഓരോ കാരണങ്ങൾ മുടങ്ങിപ്പൊങ്ങി പോവാണ്. പക്ഷെ അത് ശരിയാവും. നമ്മൾ പതിവ് പോലെ തന്നെ എണ്ണക്കടീൻ്റെ പരിപാടിയിലാണ്. ഇപ്പോൾ പക്കോട ഇട്ടാണ്, ഉള്ളിവട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിവടത് കണ്ണ് തെറ്റിയാൽ കരിഞ്ഞാൽ പിന്നെ രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് നോക്കാൻ പറ്റാത്തത്. ഞാൻ ചുട്ടി കണ്ട് കാണിച്ചാൽ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഉള്ളിവടൻ്റെ പണിയില്ല കേട്ടോ. ഉള്ളിവട റെഡിയാണ്. മായുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ എണ്ണിക്കൂല, മുറ്റമടിക്കൂല, പല്ലും കുടിന്തേക്കൂലാന്ന്. മുറ്റമടിക്കാന ചൂലെടുത്താൽ അവൾ നടന്നും കൊണ്ടു ഉറങ്ങും ശൈത്താൻ. അവളെ തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമന്റെ മോളായി പോയി. പാത്രം ഞാൻ തന്നെ കൈകണ്ടി വന്നു, മക്കളെ നോക്കിക്കോളിൻ. എൻ്റെ മായുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ എണ്ണിക്കൂല, മുറ്റമടിക്കൂല, പാത്രം കൂടി കേൾക്കൂലന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ. നമ്മളിവിടെ പണിയെടുത്തോടെ നിൽക്കുമ്പോൾ ഓരോ ചൂട് പാട്ടുകൾ ഓർമ്മ വരണം. അപ്പോൾ പാടണം കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. അടുത്ത പരിപ്പട കേട്ടോ, പരിപ്പട ചൂട് നിൽക്കാണ്. ഇപ്പോൾ കാണിച്ചാൽ കേട്ടോ, അടിപൊളി പരിപ്പട തളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉണ്ടോ, എണ്ണയിൽ കിടന്ന് ഇങ്ങനെ കുടിക്കുകയാണ് അവർ. ഇപ്പോൾ തല തോർത്തി കൊടുക്കട്ടോ. ഇപ്പോൾ എടുത്ത് തല തോർത്തും. അടിപൊളി പരിപ്പട. ചട്ടിപ്പത്തിൽ ഓർഡർ ഉണ്ടാകും, കൊണ്ടേ കൊടുത്തിട്ട് വരാം കേട്ടോ. ഇന്ന് 3 ഓർഡർ ഉണ്ടായിരുന്നു, 3 കൊടുത്തു. ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് 10:30 എത്തിയാൽ മതി പറഞ്ഞപ്പോൾ കൊണ്ടു കൊടുക്കണം കേട്ടോ. ഓക്കെ, റൈസ് 2-3 ലെയിം അടിക്കണം കേട്ടോ. അപ്പോഴേ കുറച്ച് ലെയിമിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് ലെയിം അടിക്കണം കേട്ടോ. ലെയിം കുറച്ച് കമ്മിയുണ്ട്, കുറച്ചേലുണ്ട്. എന്നാലും കുറച്ച് അടിച്ചൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തിരക്കിൽ വന്നാലും കൊടുക്കണം. തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചോറുന്നാലുള്ള പരിപാടിയാണ്. അപ്പോൾ ഉച്ചകത്തെ തിരക്കും രാവിലത്തെ തിരക്കും കഴിഞ്ഞു. ഈ ചോറിന് സ്കെച്ച ചെറിയ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ക്ലീനാക്കലും മുറിച്ചലൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ പരന്ന് നടക്കുകയാണ്. ഒന്ന് സെറ്റാക്കാണ്ട് നല്ല പരിപാടികളൊക്കെയാണ്. എന്നാൽ ജലദോഷം സൗണ്ട് ഇപ്പോൾ ക്ലിയർ ആയില്ല. സൗണ്ട് ഇപ്പോൾ ചിലപ്പുണ്ട്. ഇത് കേൾക്കുമ്പോൾ എങ്ങനെ അറിയില്ല, കുറച്ച് അളപ്പുണ്ട്. എൻ്റെ വർത്തമാനങ്ങളൊക്കെ സുഖനല്ലേ? ക്യാമറാമാനും ചെറിയ ജലദോഷം പിടിച്ചു. ആകെ ജലദോഷം അവരാക്കി പിടിച്ചാൽ എല്ലാവർക്കും പിടിച്ചു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാം കേട്ടോ. ഓക്കെ, ബാക്കി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടോ. ഇന്നത്തെ ക്ലീനിങ് കാര്യം കണ്ടത് സ്കെച്ചും ആവും. അവിടെ കഴിച്ചാൽ പിന്നെ 4 കുറച്ച് കുട്ടികൾ വരും. 4 കുറച്ച് കുട്ടികൾ വരും. അപ്പം ദിമക്ക് നോക്കിയാലോ എന്താ, 4 കുറച്ച് കുട്ടികൾ വരും. അപ്പോൾ അവർക്ക് കുറച്ച് മുട്ടായി എന്നൊക്കെ വേണ്ടി വരും. അവിടെ കഴിഞ്ഞാൽ പിന്നെ കച്ചവടം കഴിഞ്ഞ് പോവാം. സ്കൂളിലെ കച്ചവടം അത്രേ ഉള്ളൂ. 2 ടൈമിനെ വരുള്ളൂ. ഒന്ന് 10:30ക്കും ഒന്ന് ഉച്ചയ്ക്ക് 1 മണി. അത് കഴിഞ്ഞാൽ അതിന് ഫ്രീ ആണ്. അതുവരെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഒറ്റക്കാട് സാധനങ്ങളൊക്കെ റെഡിയാക്കി സെറ്റപ്പായി വെക്കും. അപ്പോൾ നമ്മൾ ചോറിനിപ്പോൾ 2-2:30 ആയി. എന്നാലും ഇന്നിപ്പോൾ 3:30 3:15. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ക്ലീനാക്കി നിസ്കരിച്ചാൽ ഇത് കാണാം കേട്ടോ.